കോട്ടയത്ത് പള്ളിയിൽ സംഘർഷം. കോട്ടയം കുറിച്ചി ഇഗ്നാത്തിയോസ് ജ്ഞാനായ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം. ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റു. പാത്രിയാർക്കിസ് ബാവ സസ്പെൻഡ് ചെയ്ത മെത്രോപൊലിത്ത കുർബാന ചൊല്ലി എന്നാരോപിച്ചായിരുന്നു തർക്കം. മെത്രോപൊലിത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലായിരുന്നു സംഘർഷം. കൂടുതൽ വിവരങ്ങൾ സനോജ് നൽകും. സനോജ്, എന്താണ് വിശദാംശങ്ങൾ? ബിനു, ഏറെക്കാലമായി ഈ ജ്ഞാനായ സഭയിൽ നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കോട്ടയം ചിങ്ങവനം ആസ്ഥാനമായിട്ടാണ് ഈ സഭ പ്രവർത്തിക്കുന്നത്. ഈ സഭയുടെ പാത്രിയാർക്കീസ് ബാവയെ അനുകൂലിക്കുന്നവരും മെത്രോപൊലിത്തയെ അനുകൂലിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറെക്കാലമായി തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാത്രിയാർക്കീസ് ബാവ രണ്ട് മെത്രോപൊലിത്തമാരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ ഇന്ന് ഞായറാഴ്ച അവരുടെ ആരാധനാ ദിവസമായ ഇന്ന് മെത്രോപൊലിത്ത അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലായിരുന്നു സംഘർഷം. പാത്രിയാർക്കീസ് ബാവ സസ്പെൻഡ് ചെയ്ത മെത്രോപൊലിത്ത കുർബാന അർപ്പിച്ചു എന്ന് ആരോപിച്ചായിരുന്നു വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ആ ഏറ്റുമുട്ടലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. മെത്രോപൊലിത്തയെ എതിർക്കുന്ന വിഭാഗത്തിലെ റിസോ എന്ന ആൾക്കാണ് പരിക്കേറ്റത്. ഇയാളുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരസ്പരം ഏറ്റുമുട്ടിയതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ സംഘർഷത്തിലാണ് തലയ്ക്ക് പരിക്കേറ്റത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയുമായിരുന്നു. രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. കോട്ടയം കുറിച്ചി ഇഗ്നാത്തിയോസ് ജ്ഞാനായ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം. ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റു. പാത്രിയാർക്കിസ് ബാവ സസ്പെൻഡ് ചെയ്ത മെത്രോപൊലിത്ത കുർബാന ചൊല്ലി എന്ന് ആരോപിച്ചായിരുന്നു തർക്കം. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളാണ് സനോജ് നൽകിയത്.